ഹായ് ഫ്രണ്ട്സ്, ഐ ആം ജോയ് തലക്കാടൻ. മൈ ചാനൽ നെയിം ജോയ്സ് കിച്ചൻ. ഞാനിന്ന് ടുഡേ സ്പെഷ്യലായിട്ട് ഞാനിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് പോർക്ക് റോസ്റ്റാണ്. അതിനാവശ്യമായിട്ട് ഞാൻ 1 കിലോ പോർക്ക് ഇതേപോലെ കഷ്ണങ്ങളാക്കി നുറുക്കിയതാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ അതിനാവശ്യമായിട്ട് ഞാൻ ജിഞ്ചർ ഗാർലിക്ക് ഇടിച്ചെടുത്തതുണ്ട്. ഒരു 8 അല്ലി ജിഞ്ചർ ഗാർലിക്ക് ഇതേപോലെ ഇടിച്ച് എടുത്തിട്ടുണ്ട് തൊലിയോട് കൂടി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊലിൻ്റെ കൂടെ കൂടുമ്പോൾ നല്ല ഗുണങ്ങളുണ്ടാവുന്നതാണല്ലോ എല്ലാവരും പറയുന്നത് പൊതുവെ. പിന്നെ അതേപോലെ ജിഞ്ചർ ഇതേപോലെ ഇടിച്ചെടുത്ത 2 കഷ്ണമാണ്. പിന്നെ ഒരു 2 സവാള വലുത്, ഓണിയൻ ഇതേപോലെ സ്ലൈസ് എടുത്തത്. അതേപോലെ തന്നെ തേങ്ങാക്കൊത്തും അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനാവശ്യമായിട്ട് ഞാനൊരു 1/4 മുറി തേങ്ങ എടുത്ത് ഇതേപോലെ കഷ്ണങ്ങളാക്കി സ്ലൈസ് എടുത്തത്. അതേപോലെ തന്നെ വേപ്പില, പിന്നെ പച്ചമുളക്, ഇത്ര ഐറ്റംസാണ് ഞാനിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത്. അതുപോലെ ഇത് ഇപ്പം ഫസ്റ്റ് ഞാൻ ഈ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അതായത് ഇവിടുത്തെ പോർക്ക് പെട്ടെന്ന് വേവുന്നതായതുകൊണ്ട് ഒരുപാട് അടിച്ച് റെഡിയാക്കി എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അതിനകത്ത് ജസ്റ്റ് ഒന്ന് വേവിച്ച് എടുക്കാൻ പോവാണ്. ഇത് ഞാനിത് കുക്കറിലേക്ക് ആഡ് ചെയ്യാണ്. ഇതിനകത്ത് ഞാൻ കുറച്ച് ജിഞ്ചർ ഇതേപോലെ ഇടിച്ചത് അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം ഒരു പിടി ഓണിയൻ സ്ലൈസ് ചെയ്ത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഗാർലിക്ക് കുറച്ച് ഒരു 2-3 അല്ലി ഇതേപോലെ ഇടിച്ചത് അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിനാവശ്യമായിട്ട് ഒരു 1/2 സ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് ഒരു 1/2 ഗ്ലാസ് വാട്ടറും കൂടി ആഡ് ചെയ്തിട്ട് ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് ഞാനിതൊന്ന് ചെറുതായിട്ട് വേവിച്ചെടുക്കാം. ഞാൻ ഈ കുക്കറിലേക്ക് 1/2 ഗ്ലാസ് വാട്ടർ ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാണ്. ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി ഇതൊന്ന് കുക്ക് ചെയ്യാൻ വയ്ക്കുകയാണ്. ഇതിൻ്റെ മൂടി വെച്ച് ഞാൻ അടിക്കുന്നില്ല, കാരണം അതുപോലെ അടിച്ചെടുത്താൽ അത്രയും വേവ് ക്ലിയർ ആവില്ല. കാരണം ഇവിടെ പെട്ടെന്ന് വേവുന്ന പോർക്കാണ് ഉള്ളത്, അതുകൊണ്ടാണ്. ഞാൻ പോർക്കിന് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കാനായിട്ട്, റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഈ പാനിലേക്ക് ഞാൻ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് കോക്കനട്ട് ഓയിലോ സാധാ ഓയിലോ ഏത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ ഈ ഇടിച്ചു വച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക്ക് ആഡ് ചെയ്യാണ്. അതോടൊപ്പം തന്നെ ഗ്രീൻ ചില്ലിയും കറി ലീഫും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിനകത്തേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻ ആഡ് ചെയ്യാണ്. ഞാനിതിനെ ഒരു 2 ചെറിയ ടൊമാറ്റോ ഇതേപോലെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന കോക്കനട്ടും കൂടി ഇതിനകത്തേക്ക് ഞാൻ ആഡ് ചെയ്യാണ്. കോക്കനട്ട് സ്ലൈസ് ചെയ്ത് ഇതിൻ്റെ ഒപ്പം കിടന്നൊന്ന് വഴണ്ട് റെഡിയായതാണ്. ഇതിനകത്തേക്ക് ഒരു 1/2 സ്പൂൺ ഉപ്പ് ആഡ് ചെയ്യാണ്. ഇതൊന്ന് വഴറ്റി റെഡിയാക്കി എടുക്കാം. അങ്ങനെ ഓണിയനൊക്കെ ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ അതിനാവശ്യമായിട്ട് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി കുറുക്കും ആഡ് ചെയ്യാണ്. 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ആഡ് ചെയ്യാണ്. അതേപോലെ 1 സ്പൂണ് ഗരം മസാല പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1/2 സ്പൂണ് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1 സ്പൂണ് ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതേപോലെ നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ ചില്ലി പൗഡർ നിങ്ങൾക്ക് ഒരു കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ഒരു 1/2 സ്പൂണോ 1 സ്പൂൺ നിങ്ങൾക്ക് കൂടുതൽ ആഡ് ചെയ്യാം കേട്ടോ. അതുപോലെ ഗ്രീൻ ചില്ലിയും കൂടുതൽ ആഡ് ചെയ്യാം. ഞാൻ കുറച്ച് കുറയ്ക്കുകയാണ്. ഇനി ഇതിനകത്തേക്ക് ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത്
റെഡി ആവട്ടെ. വഴണ്ട് വരുമ്പോൾ അടുത്ത് ആഡ് ചെയ്യാം. അങ്ങനെ പോർക്കൊക്കെ നല്ലോണം വെന്തു ഉണ്ട്. ഇങ്ങനെ പോർക്ക് നല്ലോണം വെന്തു. അപ്പോൾ ഈ മസാലയും എല്ലാം റെഡി ആയിട്ടുണ്ട്. അതിന് ഇത് പാനിലേക്ക് ഈ വേവിച്ച പോർക്ക് കുറച്ച് വെള്ളമുണ്ട്, അതോടുകൂടി അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി റെഡിയാക്കി എടുക്കാം. അങ്ങനെ പോർക്ക് റോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ടാവും നല്ല തിക്ക് പരുവത്തിലായി. കറിയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഗ്രേവിയുടെ ആവശ്യമുള്ളൂ. ഇതിപ്പോൾ എന്താ നല്ല തിക്ക് പരുവത്തിലായിരിക്കുകയാണ്. അങ്ങനെ എടുക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് കൂടുതൽ പോർക്ക് റോസ്റ്റിന്. നിങ്ങൾ എനിക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യും, ഫോളോ ചെയ്യും, ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും, ഷെയർ ചെയ്യും ഒക്കെ ചെയ്യണം കേട്ടോ. ജോയ്സ് കിച്ചൻ്റെ ചാനൽ വന്നിട്ട് അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പോർക്ക്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇപ്പം കൊറിയാണ്ടർ ലീഫ് വെച്ചിട്ട് കൊടുത്താൽ നല്ലതാണ്. അത് വേണമെങ്കിൽ അത് ഓപ്ഷനില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ പോർക്ക് റോസ്റ്റ് റെഡി ആയിരിക്കുകയാണ്. അങ്കമാലി സ്റ്റൈൽ പോർക്ക് റോസ്റ്റാണ് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത്. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. വളരെ ഈസിയാണ് പോർക്ക് റോസ്റ്റ്. രക്ഷയില്ല, വളരെ ടേസ്റ്റ്. ചോറിനും കപ്പയ്ക്കും പൊറോട്ടയ്ക്കും എല്ലാത്തിനും കഴിക്കാൻ പറ്റിയതാണ്. This is the best thing ever. You should try it. അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യണം. ജോയ്സ് കിച്ചൻ്റെ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് ലൈക്ക് ചെയ്യും, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യും. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.